തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ ഓഫീസിന് നേരെ ആക്രമണം. ബൈജു വർഗീസിന്റെ കിഴക്കേക്കോട്ടയിലെ ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പതിവാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റിന, ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലെ ഈ ആക്രമിക്കപ്പെട്ട ഓഫീസിന് മുന്നിലാണ്. UDFന്റെ സ്ഥാനാർത്ഥി ബൈജു വർഗീസിന്റെ ഓഫീസാണ് ഇന്ന് പുലർച്ചെ ആക്രമിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഗ്ലാസ് ഡോറുകളടക്കം തകർത്തു. അതോടൊപ്പം തന്നെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ടേബിൾ ഫാൻ അടക്കം തകർത്ത നിലയിലാണുള്ളത്. പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ച് ഒരു വിമത ഭീഷണി കൂടി നേരിടുന്ന ഒരു ഡിവിഷനാണിത്. UDFന്റെ ശക്തനായ സ്ഥാനാർത്ഥിയായി ബൈജു വർഗീസ് എത്തുന്ന സമയത്ത് മറുതലക്കൽ ഒരു വിമത സ്ഥാനാർത്ഥി കൂടി എത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സവിശേഷ സാഹചര്യം. അതിനിടയിലാണ് ഈ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മളോടൊപ്പം സ്ഥാനാർത്ഥി തന്നെ ചേരുകയാണ്. എപ്പോഴും ഈ വിവരം അറിയുന്നത്? അതായത് ഇന്നലെ 11:30 വരെ ഞങ്ങൾ പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിരിഞ്ഞുപോയി. അപ്പോൾ ഇതിൻ്റെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടാണ് പോയത്. ഇന്ന് രാവിലെ ഇവിടുത്തെ ഡിവിഷൻ പ്രസിഡന്റ് ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നപ്പോഴാണ്, ഏകദേശം ഒരു 7 മണിക്കാണ് ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നത്. അപ്പോഴാണ് ഇത് ഈ ഒരു അവസ്ഥ കാണുന്നത്. ആരാ ചെയ്തതെന്നുള്ളത് അറിയില്ല. പോലീസിൽ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്, അന്വേഷിക്കട്ടെ. കാരണം ഇത് കോൺഗ്രസിന്റെ, അതായത് UDFന്റെ ഒരു ശക്തമായ സ്ഥലമാണ്. ഇവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയ ഇത് നടക്കുന്ന ഒരു ഡിവിഷനും അല്ല. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുള്ള ഒരു സ്ഥലമല്ല. എതിരാളികൾ ചെയ്താകാൻ സാധ്യതയില്ല. ഇല്ല, പോലീസ് അന്വേഷിക്കട്ടെ. നമ്മൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ നമ്മൾ തയ്യാറല്ല. കാരണം ഇത് അന്വേഷിച്ചോട്ടെ, നമുക്കൊരു ഇതുമില്ല. നമ്മൾ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ നമ്മൾ പോലീസിൽ പരാതിപ്പെട്ടു, അത്രേ ഉള്ളൂ. വിമത സ്ഥാനാർത്ഥിയുള്ള ഇടപാട് അതൊന്നും ഒരു വിഷയമല്ല. വിമതരും അതിവിടെ UDFന്റെ സ്ഥലമാണിത്. വിമതരൊന്നും ഇവിടെ വിഷയമല്ല. അതുകൊണ്ടല്ല, നമ്മൾ ആരായാലും ഇത് അന്വേഷിച്ച് പോലീസ് പറയട്ടെ. അല്ലാണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ആരോ പറയാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടീനെ പഴിചാരാനോ നമ്മളില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു സ്ഥലമേ അല്ല അത്. എന്തായാലും സ്ഥാനാർത്ഥിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയപ്പോൾ പരിശോധന നടക്കുകയാണ്. എന്തായാലും വലിയ പോലീസിന്റെ ഒരു സന്നാഹം തന്നെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് അറിയില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് ഈ ഓഫീസ് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കടുത്ത പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തുന്നത്. ക്രിസ്റ്റിന. ഓക്കെ, സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയുടെ അവസാന തീയതി വരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.